ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ടിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർഡറിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. നമ്മുടെ ഇത് 70ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഓർഡറിൽ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഷുവറായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നുകിൽ ടൈലറിങ് കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, പിന്നെ ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഒരു സബ്സ്ക്രൈബർ പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഞാനിതാ ഇവിടെ ടക്ക് ചെയ്ത കാര്യം. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ടക്ക് ചെയ്തതിൽ വരുത്തിയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡ് പാർട്ടാണ്. ഇത് റൈറ്റ് സൈഡിലേതാണ്, ഇത് ലെഫ്റ്റ് സൈഡിലേതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ട് ടക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ബൈ മിസ്റ്റേക്കൺലി ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നെക്കിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ. പക്ഷേ നമുക്കിത് വരേണ്ടത് എവിടെയാണ്? ആം ഹോളിൻ്റെ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത് കാണിക്കാം. ഇങ്ങനെയാണ് ടക്ക് വരേണ്ടത് ഈ ഒരു സൈഡിൽ. ഞാൻ ഇതിൽ ചെയ്തത് എവിടെയാണ്? നെക്കിൻ്റെ ഭാഗത്താണ്. ബൈ മിസ്റ്റേക്കലി തെറ്റിപ്പോയതാണ്. മീൻസ് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതാണ്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ പറഞ്ഞത് കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ ആ പറഞ്ഞ ആളോട് വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്തായാലും വീഡിയോ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, നല്ലൊരു കാര്യമാണത്. നമുക്ക് പറ്റിയ ഒരു ഫോൾട്ട് കമൻ്റായിട്ട് വന്നിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളൊരു പക്ഷേ ചില ആൾക്കാർ ശ്രദ്ധിച്ച് കാണില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ആ ടക്ക് വരേണ്ടത്. ആം ഹോളിൽ നിന്ന് ഓക്കെ, ഞാനിതിപ്പോൾ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ, ഈ ഒരു ടക്ക്. അത് ഞാനിപ്പോൾ അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ പറഞ്ഞു തന്നതിന്. ഇനി നമുക്ക് ഇതിന് റിംഗ് പട്ടിയും ഹുക്ക് പട്ടിയും ചെയ്യാനുണ്ട്. എന്താണ് റിംഗ് പട്ടി അല്ലെങ്കിൽ എന്താണ് ഹുക്ക് പട്ടി? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞുതരാം. റിംഗ് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ഹുക്ക് പട്ടി. ഹുക്ക് വെക്കുന്ന ആ ഒരു ഇത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് 1.5 ഇഞ്ച് വീതിയിൽ ഇതേ അളവിൽ മെഷർമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് റിംഗ് പട്ടി. നമ്മൾ ഈ ഹുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതിനെ പറയാണ് റിംഗ് പട്ടി. ഇവിടെ 2.5 ഇഞ്ച് വീതിയിൽ നമുക്ക് തുണി കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസാണ് 2.5 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നീളത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ ഇത് 1.5 ഇഞ്ച് വീതിയിലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒന്നും കൂടി പറയാം. ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. ഇവിടെയാണ് റിംഗ് പട്ടി വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഹുക്ക് പട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലെഫ്റ്റ് വരുന്നത് ഇതാണ്, ഈ ഒരു പോർഷനാണ്. ഇവിടെ 2.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്ലോത്ത് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? യെസ്, ഇത് ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഇങ്ങനെ മടക്കുക അടിയിലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വരുമ്പോൾ 1 ഇഞ്ച് കിട്ടണം. ആ രീതിയിലൊന്ന് മടക്കി തയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. പിന്നെ ഈ ടക്കും കൂടി ഞാൻ ഇതിൽ ഇപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ടക്ക്
ഞാൻ ആ ഒരു മാറി ചെയ്ത ടക്ക് എന്താ ഈ പാം ഹോളിൽ തന്നെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതിനിടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഓക്കെ, എന്തെങ്കിലും ഇതുപോലെയുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ താഴെ പറഞ്ഞാൽ മതി. അല്ലാതെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ എപ്പോഴെങ്കിലും കണ്ടാലായി. കാരണം തിരക്ക് കാരണം അത് കാണത്തൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിംഗ് പട്ടി ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് 2.5 ഇഞ്ച് വീതിയിലെടുത്ത ആ ഒരു തുണി പീസാണ് കേട്ടോ. അത് ഇതുപോലെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ കുഞ്ഞെണീറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം വീഡിയോ എല്ലാം അങ്ങ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ എനിക്ക് പറ്റിയില്ല. കാരണം കുഞ്ഞ് ഇടയ്ക്ക് എണീറ്റപ്പോൾ എനിക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. കാരണം കുഞ്ഞ് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും പിന്നെ മറ്റുള്ളവരിലോട്ട് പറ്റുവാണെങ്കിൽ മാക്സിമം അങ്ങ് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ലെഫ്റ്റ് സൈഡുള്ള റിംഗ് പട്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മളിത് ഫുൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് 1 ഇഞ്ച് വീതി കിട്ടണം കേട്ടോ. ആ രീതിയിലായിരിക്കണം മടക്കി തയ്ക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ടാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് വേണം കേട്ടോ. ഫുൾ മെഷർമെൻറ്റ് വീതി നമുക്ക് അത്രയും വേണം. ഇനി നീളത്തിലങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഫുൾ ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതാണ് റിംഗ് പട്ടി. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹുക്ക് പട്ടി ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ ക്ലോത്ത് എടുക്കുന്നത് 1.5 ഇഞ്ച് വീതിയാണ് കേട്ടോ. ഇത് 2.5 ഇഞ്ച് വീതിയും അത് 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഹുക്ക് പട്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അത്രയും മെഷർമെൻറ്റ് ഞാൻ ഇതിനെടുത്തിട്ടില്ല കേട്ടോ. നമുക്കൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്രയും
മെഷർമെൻറ്റ് മതി. നിങ്ങൾ പിന്നെ ചെയ്ത് വരുമ്പോൾ ഇതങ്ങ് പെർഫെക്റ്റ് ആയിക്കോളും കേട്ടോ. ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് ചെയ്യാനുണ്ട്. നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ മുമ്പത്തെയൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതൊന്നും കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറ്റുന്നവർ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റാ ID കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാ ID വേണമെങ്കിൽ നിങ്ങൾ പറ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്നത് കാണിച്ചു തരണം. അപ്പോൾ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, പാഷൻ പട്ടിയായി, ഹുക്ക് പട്ടിയായി, റിംഗ് പട്ടിയായി. അപ്പോൾ അങ്ങനെ 3 പട്ടികളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ മുകളിൽ കൂടിയിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. നിങ്ങളെടുക്കുമ്പോൾ സെയിം കളറിലുള്ള നൂലെടുക്കുക. ഞാനിപ്പോൾ ഇത് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെയിം കളറ് എടുക്കുവാണെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്തത് അതൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ക്ലോത്താണ് എടുക്കുന്നത് അതേ കളറിൽ നൂലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്കിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ അങ്ങ് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നെക്കിന് ഹെമ്മിങ് സ്റ്റിച്ചാണ്. അത് എങ്ങനെയാണെന്നുള്ളതും കൂടി കാണിക്കാം കേട്ടോ. ആദ്യം ഇതങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതും കൂടി കാണിക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലൊക്കെ എല്ലാവരും ബ്ലൗസ് യൂസ് ചെയ്യുന്ന അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 350-400 ദിർഹം കൊടുക്കണം ഒരു സിമ്പിളായിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡർ എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ എല്ലാം അങ്ങ് ഈസിയായി മാറും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂചി അങ്ങ് തിരിക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ 2 ക്രോസ് പീസും വെച്ച് കഴിഞ്ഞു 2 സൈഡിലും.
ഇനി നമുക്ക് സൂചിയും നൂലും വെച്ചിട്ട് ഹെമ്മിങ് സ്റ്റിച്ച് അങ്ങ് കൊടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൊതുവേ ബ്ലൗസിന് ഹെമ്മിങ് സ്റ്റിച്ചാണ് വരിക, കൈ കൊണ്ട് സൂചിയും നൂലും വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നത് വൈറ്റ് നൂലിലാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ വെച്ച് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇത് എനിക്ക് തോന്നുന്നു പെറ്റിക്കോട്ടിനൊക്കെ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ സൂചിയും നൂലും വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. ഇതുപോലെ ചെയ്താൽ മതി. കണ്ടല്ലോ, ചെറുതായിട്ടങ്ങ് സൂചി കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലോട്ട് സൂചി വലിക്കുക. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ സൂചിയും നൂലും വെച്ച് നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേറെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാരണം ഇതൊന്നും വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മളല്ലെങ്കിൽ കൂടുതൽ സമയം അങ്ങ് പോവും. അതുകൊണ്ടാണേ, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇതാ ഹെമ്മിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ബാക്ക് നെക്കിലും ചെയ്യണം, അതേപോലെ ഫ്രണ്ട് നെക്ക് രണ്ട് സൈഡിലും കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും. ഞാൻ മുമ്പും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുകയാണ്, വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ നാളെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്ലീവ് ഫിക്സ് ചെയ്യുന്നതൊക്കെ നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റേ പാർട്ടൊന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് വരാം. ഓൾറെഡി ഒരു സൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചു, അതേപോലെ തന്നെയാണ് മറ്റേ സൈഡും. ഈ ഒരു സൈഡും ഞാൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.